അഡ്മിൻ കം ഫാസ്റ്റ് എന്തോ ഇനി എന്തുവാ എനിക്കറിയാം, ഞാൻ കാണാറുണ്ട്. ഞാൻ എല്ലാവരും TP സിറ്റുവേഷൻസ് കാണാറുണ്ട് ബ്രോ. ഞാൻ ഗ്യാങ്ങിന്റെ ഇത് വെച്ച് റൈവലൊക്കെ എന്റെ ആർപിക്കകത്ത് കയറുമ്പോൾ എനിക്ക് എന്റെ ഗ്യാങ് ആണ് വലുത്, മനസ്സിലായോ? അത് ഞാൻ എപ്പോഴും പറയാം. പക്ഷെ വെളിയിൽ നിന്ന് കാണുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ഗ്യാങ് സിറ്റുവേഷനുകൾ കാണാറുണ്ട്. അപ്പൊ അവര് കുറച്ചധികം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പൊ കോൾസ് ആണെങ്കിലും എല്ലാം പതിനാറല്ലേ മൊത്തം 16. ഓക്കെ അവര് ഗാരേജ് കാണത്തില്ല. അത് ഈസി വേഴ്സസ് Z30 എടാ, അത് ഞാൻ കണ്ടില്ല ഏട്ടാ. ഈസി വേഴ്സസ് Z30 ഞാൻ ഇവിടെ ആയിരുന്നു, അവന്മാരുടെ കൂടെ അല്ലായിരുന്നു, ഞാൻ കണ്ടില്ല. വന്നിട്ട് ഇന്ന് കാണുന്നു. സാധാ TV ആയിരിക്കും. വണ്ണടിച്ചു കൊടുക്ക്, വണ്ണടിച്ചു കൊടുത്തോ? അടിച്ചു കൊടുത്തോ? ഞാൻ എടുത്തു കൊടുത്ത് ഒരു മിനിറ്റ്. എന്റെ വണ്ടി കയറിയോ? എന്തൊക്കെയാ നിവന്മാരി കാണിക്കുന്നത്? ഓക്കെ, ഇവിടെ ഫിറ്റിംഗ് നടന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിയിൽ അവര് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല കളിയാണ്. എനിക്കറിയാം എല്ലാ പ്ലേസിനെല്ലാം എനിക്കറിയാം. ഞാൻ അവരുടെ അടുത്ത് വോൾട്ടിനോട് സംസാരിച്ചായിരുന്നു ഗ്യാങ് ആവുന്നതിന് മുമ്പ്. നമ്മളോട് ഇതിനു മുമ്പ് ടിവിയിലെ കുറച്ച് പ്ലേയേഴ്സ് ആയിട്ട് അവിടുത്തെ പ്ലേയേഴ്സിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം സോർട്ട് ചെയ്ത് വോൾട്ടിനോട് നമ്മൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, സിറ്റിയിൽ ഫ്രണ്ട്ലി ഗ്യാങ് ആവാൻ നമുക്ക് താല്പര്യമില്ല. നിങ്ങൾ സിറ്റുവേഷൻസ് എടുക്കണം, ഫൈറ്റ് എടുക്കണം, നമുക്ക് എന്ത് വേണേൽ പറയാം. പക്ഷേ ഓസിയിലിരുന്ന് പ്രത്യേകിച്ച് തമിഴ് പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് ഇവരിരുന്ന് ഇങ്ങനെ അവരാധിക്കുന്നത് വേറെ ഒരു ലെവലിലോട്ട് പോകും. അതുകൊണ്ട് ആ സാധനം മാത്രം ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാം സോൾവ് ആക്കിയിട്ട് നമ്മുടെ സൈഡിൽ ടിവിയുടെ സൈഡിൽ നിന്നുള്ള സിറ്റുവേഷനിൽ പെർമനന്റ് ബാൻ സിറ്റിയിൽ ഉണ്ടായിരുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഈസിയിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും പെർമനന്റ് ബാൻ നമ്മളിവിടെ നിന്ന് മാറ്റി കൊടുത്തു. പിന്നെ ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, OC-യിലിരുന്ന് എക്സ്ട്രീം അപരാധം പറയരുത്, തെറിവിളി ആവരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സിറ്റുവേഷൻ എടുക്കാം, നമ്മളെ പറയാം, സിറ്റിക്കകത്ത് എന്ത് വേണേൽ പറയാം, ഇതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ മ്യൂച്വലി പറഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ആ ഗ്യാങ് നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാം സംസാരിച്ചിതാക്കിയത്. കാരണം അവർക്ക് ഇവിടെ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു. പക്ഷേ ഇവരുടെ കുറച്ച് പ്ലേയേഴ്സിന് ഇവിടെ പെർമനന്റ് ബാൻ ഉണ്ടായിരുന്നു, മനസ്സിലായോ? അത് നമ്മൾ മാറ്റി കൊടുത്ത്, പിന്നെ ബാനും എല്ലാം മാറ്റി നമ്മുടെ സൈഡിൽ ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത്. അല്ലാതെ എല്ലാരും ഫ്രണ്ട്ലി ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ സിറ്റി കളിക്കാൻ എന്ത് രസം. കുറച്ച് അടിയും വഴക്കും ഇതൊക്കെ വേണ്ടേ? വോൾട്ടി മറ്റേ ഗെയിം ഡെവലപ്പ് ചെയ്ത പുള്ളിയല്ലേ? അതെ 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 അതെ. മംഗലശ്ശേരിയിൽ ഉണ്ടായിരുന്നു, ഇവന്റെ നീലന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നതാണ് വോൾട്ടി. ഒരു എൻട്രി എടുക്കാനുള്ള ട്രൈ സോൺ. ഇത് അണ്ണന്റെ സെർവറാണ്. നീയൊക്കെ അത് പറഞ്ഞു ഇനി അങ്ങനെ ആക്കല്ലേടാ. നീയൊക്കെ ഒന്നിച്ചില്ല എടാ, അങ്ങനെയല്ലടാ. ടിവിയെ കൊടുത്ത ബാൻ ആയതുകൊണ്ട് ടിവിയെ ഡിസൈഡ് ചെയ്താലേ അത് ലിഫ്റ്റ് ആവുള്ളൂ. ഇതിനി പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് വേറെ രീതിയിലാക്കരുത്. ഞാനുള്ളതുകൊണ്ടാണ് ഈസി ഇവിടെ ഗ്യാങ് ആയ, അങ്ങനല്ല. നീലൻ ഓൾസോ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ബാക്കിയുള്ള വണ്ടി നീല കുത്തിയിട്ടുണ്ട്. ഡെസ്ട്രോയിഡ് ശ്രീവാസയിൽ വന്നിറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അവരുടെ എല്ലാ നമ്മുടെ പിക്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. നീലൻ ഇപ്പുറത്തോട്ട് ചാടിയിരിക്കുകയാണ്, ഓപ്പണിലോട്ട് ചാടിയിരിക്കുകയാണ്. KVP ജുഗ്രു അനങ്ങാൻ നിൽക്കുവന്നു. അവരുടെ ബാക്കിയുള്ള പ്ലേസിൽ ഈ ഒരു കോർണറിലാണ് കറന്റ് കുത്തിയിരിക്കുന്നത്. അവിടെ അവര് വട്ടത്തിൽ നിന്ന് അടിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്സി ഇറ്റാച്ചി അടിക്കുന്നുണ്ട്. ബാക്കിയുള്ള പ്ലേസ് നീൽ ആൻഡ് സ്റ്റീവ് ശ്രീലൻഡ് എല്ലാരും ഇങ്ങോട്ട് ബൈക്കോട്ട് ഓടി വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവര് ഇവിടെ അവിടെ പപ്പൂനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാരും മുകളിൽ നിന്ന് ഇത് ഡെസ്ട്രോ കളിച്ച് കേട്ടാ. ഡെസ്ട്രോ കളിച്ച് ഡെസ്ട്രോ കയറി അങ്ങ് നശക്കി കളഞ്ഞു. നശക്കി വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് അടിക്കാല്ലേ. എത്രേ ഉള്ളൂ. ഞങ്ങൾ പണം തോന്നട്ടെ. വണ്ടി എടുത്തിട്ട് ജസ്റ്റ് സെന്ററിൽ കൂടെ പോയാൽ മതി. സോ 2 ടർഫും ഇതിപ്പോ എല്ലാ വട്ടത്തെ ടർഫ് ആടുമ്പോ എല്ലാ നമ്മൾ റിപ്ലൈ കാണുന്ന പോലെ ഫീൽ ചെയ്ത്
എന്താ അങ്ങനെ പറയണേ?